എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് സൗണ്ട് കേട്ടാൽ അറിയാലോ. അയ്യോ മമ്മൂക്കയാണ് ചോദിച്ചു. ഞാൻ പേരൻപ് എന്നുള്ളൊരു പടത്തിൽ അഭിനയിച്ച പോലെയാണ് തോന്നണത്. പക്ഷെ എനിക്ക് പേരൻപ് എന്നുള്ള പടത്തിൽ ഭാര്യ ഇല്ല. പക്ഷെ എനക്ക് ആ കുട്ടീനെ നോക്കാൻ ഭാര്യ ഉണ്ട് പറഞ്ഞു. മോള് ലൈഫിൽ എപ്പോഴെങ്കിലും മുപ്പാന്ന് വിളിക്കും. തീർച്ചയായിട്ടും പ്രാർത്ഥന കേൾക്കട്ടെ. ഒരു വീടില്ല എനിക്ക്. ഞാൻ ജനിച്ചത് കോട്ടേഴ്സിലാണ്. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹമാണ് മരണം എന്താവരുത് കോട്ടേഴ്സിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പൊ സിനിമയ്ക്കൊക്കെ പോയപ്പോഴാണെങ്കിലും. അപ്പൊ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്തിനെ ഓർത്തിട്ടായിരിക്കും ടെൻഷൻ വരാ? കുട്ടീനെ ഓർത്തിട്ടാണ്. എപ്പോഴും പറയും ജിദ്ദായാലും മക്കാലും മദീന ഇവിടേക്കൊക്കെ ഞങ്ങൾ 3 ദിവസം വന്നിട്ടുള്ളൂ. എല്ലായിടത്തും കൂടുതൽ നിൽക്കാൻ ആഗ്രഹമില്ലായിട്ടോ അവിടെ വർക്ക് കിട്ടാഞ്ഞിട്ടോ അല്ല. പക്ഷെ നേരം കണ്ടനെ പോരും. കുഞ്ഞാപ്പൂന്റെ ലൈഫിൽ എന്താണ് ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത്? പ്രൗഡ് മൊമെന്റ് എനിക്ക് ചെറുപ്പം മുതൽ കലയോട് തന്നെയായിരുന്നു. വീഡിയോ അതുകൊണ്ട് കേറി ദിവസം ഇങ്ങനെ വരുന്നു എന്റെ മുന്നിക്ക്. ഇന്ന് മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാൾ സെൽഫി എടുത്തു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുഞ്ഞാപ്പൂ സിംഗിൾ ആണോ എന്ന് ചിലരൊക്കെ കമന്റ് ചോദിക്കും. ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ഒരു പേഴ്സൺ ആരാണ്? ഫസ്റ്റിന്റെ ഉമ്മാണ്. രണ്ടാമത് കടപ്പെട്ടിരിക്കുന്നത് മൂപ്പരാണ്. ഒരൊറ്റ വീഡിയോ ഇന്ന് വരെ ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതാ പറഞ്ഞ അതാ കെമിസ്ട്രി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളെ തന്നെ കിട്ടണം അല്ലേ? ഇവനൊക്കെ ഒരുപാട് സ്റ്റേജിൽ ഞാൻ കയറട്ടെ എന്ന് ചോദിച്ച സ്റ്റേജിൽ വരെ ടൈമില്ല, അപ്പൊ കയറല്ലേ എന്ന് പറഞ്ഞ സ്റ്റേജ് വരെ ഉണ്ട്. ആ ആള് ഇവനെ ഇപ്പൊ ഫെയിം അതിന് ശേഷം വിളിച്ചിട്ട് ഒരു ദിവസം ഡേറ്റ് തരുമെന്ന് വെച്ചു. കാജൽ റിഷാദ്. ഇന്ന് എൻ്റെ കൂടെയുള്ള 2 ഗസ്റ്റ് എന്ന് പറയുന്നത് പ്രായഭേദമന്യേ എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന 2 കാർട്ടൂൺ ക്രിയേറ്റേഴ്സ് ആണ്. ലാല മലപ്പുറം ആൻഡ് നസീർ. വെൽക്കം ടു ദി ഷോ. വെൽക്കം. എനിക്ക് പക്ഷേ ഇതിന്റെ മുഖം നോക്കിയിട്ട് നസീർ എന്നൊന്നും വിളിക്കാൻ തോന്നുന്നില്ല. ഇല്ല, ഞാൻ കുഞ്ഞാപ്പൂന്ന് വിളിക്കാം. അതുവരെ ഞാനിപ്പോ ഇങ്ങ് വരുന്ന വഴിക്ക് ലാല ഫുഡ് വേസ് ഉണ്ട് നിങ്ങളുടെ അങ്ങനെയാണ് എന്തൊക്കെ അല്ല ഞാൻ കറക്റ്റ് ടൗണിലാണ് കണ്ടത്. അപ്പൊ ഞാൻ നിങ്ങളുടെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ എങ്ങനെയാ കണക്ട് ആയത്? അത് ഇതിലേക്ക് ഇറങ്ങിയ കാരണം കണക്ട് ആയ കാരണം ഉണ്ടായത് മെയിൻ ആയിട്ട് ഉണ്ടായത് കൊറോണ അല്ലേ. അത് നമ്മളെ വല്ലാതെ ഇത് ചെയ്തിട്ടുണ്ട്. കാരണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടികളാണ് വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് വന്നു, മനസ്സിലായല്ലോ. അപ്പോൾ അതുവരെ പറഞ്ഞിരുന്ന രക്ഷിതാക്കളും മാഷുമാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയാലും എല്ലാവരും പറഞ്ഞത് എന്തായിരുന്നു, ഫോൺ കുട്ടികളെ കൈ കൊടുക്കരുത് എന്നായിരുന്നു. ഈ ഓൺലൈൻ ക്ലാസ് വന്നപ്പോൾ എന്തായി, നേരെ ഉൾട്ടായി. കുട്ടികളെ കയ്യിൽ ഫോൺ നിർബന്ധമാണ്, ഓൺലൈൻ ക്ലാസ് ആണ്. അത് കഴിഞ്ഞ ഇവിടെ കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് റീൽസാണ്. അത് നമ്മളെ കുട്ടീനെ വെച്ച് നോക്കി. അപ്പോൾ മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ ഇതിന്റെ പോക്ക് അങ്ങോട്ടാണ്. പിന്നെ കുട്ടികൾ ഇതിന് അഡിക്റ്റ് ആയി, പിന്നെ വിടൂല. ഇനി നമുക്കറിയാം. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. അത് അങ്ങനെയല്ല, അതിന് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷമാണ് കൂടുതൽ ഇതുപോലത്തെ കുഞ്ഞാപ്പും കോയാക്കിയൊക്കെ ആയിട്ട് ടോമാഞ്ചേരിമാരി കളി തുടങ്ങിയത്. ഓക്കെ, ഇപ്പൊ ഞാൻ ശരിക്കും ആദ്യം വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ കസിൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ചേട്ടൻ അനിയനായിരിക്കും, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. 35 കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉണ്ട് ഞാനും. ഇപ്പൊ ഞാൻ വന്നപ്പോ സംസാരിച്ചപ്പോ ഞാൻ മലപ്പുറത്തും നിലമ്പൂരാണ്, മമ്പാടാണ്. അതുപോലെ തന്നെ എന്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു കൊമ്പങ്കാട് തറവാട് ശരിക്കും വീട്ടുപേരാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ല, കൊമ്പങ്കാട് വീട്ടുപേരല്ല. അത് നമ്മളെ മനസ്സിനക്കരെ എന്നുള്ളൊരു പടത്തിൽ കൊമ്പനക്കാടുണ്ട്. അപ്പോൾ അതിന്ന് ഫാറൂഖ് എടുത്തിട്ട ഒരു പേരാണ്. ഫാറൂഖ് അറിയാലോ, ഫാറൂഖ് മലപ്പുറം, മുന്നൂർ മലപ്പുറം. അപ്പോൾ അവരെ കൂടെയൊന്നും ഞാൻ ആദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഫാറൂഖ് എടുത്തിട്ടൊരു പേരാണ് ഈ കൊമ്പനക്കാട്. അത് കൊമ്പങ്കാടാക്കി, പിന്നെ കൊമ്പങ്കാടായി. അത് ഞങ്ങൾ എന്ത് ചെയ്തു, അതൊരു തറവാടാക്കി മാറ്റി. അതിലൊരു മകൻ, ഒരു സന്ധ്യത ഉണ്ടായി. ഞാൻ കുഞ്ഞാപ്പൂ. അപ്പൊ കുഞ്ഞാപ്പൂന്ന് കളിച്ച് ഫസ്റ്റ് വിളിക്കാൻ അയച്ചിരുന്നില്ല അവനെ. ഇന്ന് കുഞ്ഞാപ്പൂന്ന് വിളിക്കണ്ട പേര് അങ്ങനെ പറഞ്ഞേ. കുഞ്ഞാപ്പൂന്ന് ഒരു കോമൺ നെയിം അല്ല, എല്ലാ നാട്ടിലും ഉണ്ടാവും ഒരു കുഞ്ഞാപ്പൂ. അപ്പൊ ഈ നമ്മളെ വീട്ടിലൊരു കുഞ്ഞാപ്പൂ ഉണ്ടായിക്കോട്ടെ. അപ്പൊ കുഞ്ഞാപ്പൂ എന്നുള്ള പേര് വേണ്ട, അത് ഒന്ന് മാറ്റി പിടിച്ചാലോചിച്ചു. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞാപ്പൂ എന്നുള്ള പേരിലേക്ക് അറിയപ്പെടുക.
കണ്ടോന്നാണ്. പക്ഷെ അത് മാത്രല്ല ഞങ്ങൾക്ക് വീട്ടുപേരില്ലായിരുന്നു എന്റെ കുടുംബത്തില്. ഓ വീട്ടുപേരില്ലേ? അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലവ് സ്റ്റോറിയാണ് ഡാഡി മമ്മിയൊക്കെ. ഓക്കെ. അപ്പോ എനിക്കായിട്ടൊരു ഒരു പേരിന്റെ ലാസ്റ്റ് ഒരു വീട്ടുപേരായിട്ട് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോ കൊമ്പങ്കാട് എന്നുള്ളൊരു വീട്ടുപേരും കൂടി സത്യം പറയണെങ്കിൽ അതിൽ കിട്ടി എന്നുള്ളൊരു അത് തന്നെയാ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ Literally ഇനിയിപ്പോ സ്കൂളിൽ പോയാലും എവിടെ പോയാലും കൊമ്പങ്കാട് കുഞ്ഞാപ്പു കൊമ്പങ്കാട് കുഞ്ഞാപ്പു കേക്ക് രജിസ്റ്റർ ചെയ്യണം. സെറ്റാണ്. അപ്പം ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഫ്രണ്ട്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതിലേക്ക് എങ്ങനെ അടുത്ത ക്യാരക്ടേഴ്സിനെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പം കൊമ്പങ്കാട് കോയയും കുഞ്ഞാപ്പും ആയിട്ടാണ് പോകുന്നത്. ശരിക്കും ഈ ഒരു ഡ്രസ്സിങ് സ്റ്റൈല് നിങ്ങളുടെ അത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്തതാണ്, അത് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ക്രിയേറ്റ് ചെയ്ത രണ്ട് ക്യാരക്ടർ? മൂപ്പര് ഈ വയസ്സായ ആൾക്കാർ ഒബ്സർവ് ചെയ്തിട്ട് കിട്ടുന്ന കുറെ സാധനങ്ങൾ മൂപ്പര് ക്യാച്ച് ചെയ്ത് വെക്കും. കുട്ടികളെ ഞാൻ നല്ലോണം വാച്ച് ചെയ്യാം, മുടി കെട്ടണതും ആ പൗഡർ ഇടുന്ന സംഭവങ്ങളും കന്മഷി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഞാനും നോട്ട് ചെയ്യും. അതിക്ക് കുറച്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സാധാരണ ഒരു വയസ്സ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു ഇതുണ്ടാവും. അതിക്ക് നമ്മൾ ഒന്നും കൂടെ കഴുത്തൊക്കെ നീട്ടിയിട്ട് ചെരുപ്പൊക്കെ ഇങ്ങനത്തെ ഓട്ടച്ചെരുപ്പറ്റ കാര്യം നടക്കുമോ? ജീവിതത്തിൽ നടക്കൂല ആ ചെരുപ്പൊട്ടൊന്നും. അപ്പൊ അങ്ങനെ നമ്മളൊരു അതിക്ക് കുറച്ച് എക്സ്ട്രാ കൂട്ടും. അതേപോലെ ഇപ്പം മുടിയൊക്കെ കുത്തിയിട്ട് അതിമ ഷൂലൊക്കെ കുത്തിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നടക്കല്. അപ്പൊ അതുപോലെയൊക്കെ കുറച്ച് എക്സ്ട്രാ കുറെ ആൾക്കാർ പറഞ്ഞിട്ടായിരുന്നു ഞാൻ മുടി ഒന്ന് വെട്ടിക്കുറായി. പക്ഷെ അഭിനയത്തിനോട് ഇഷ്ടം തുടങ്ങി അന്ന് തൊട്ട് മുടിയിൽ കുറെ വിക്രസുകൾ ഉണ്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എത്ര ഇതായിട്ടും ഞാൻ ആ മുടി കെയർ ചെയ്ത് അങ്ങനെ പോണം. പക്ഷെ ആ മുടി ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞാപ്പു പറഞ്ഞ വ്യക്തി ഉണ്ടാവില്ല. ഞാൻ ആരെ മുന്നിൽ കൊണ്ടുപോയി വെച്ചാലും ഓൻ്റെ ഒരു കോലത്തിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൻ വെട്ടാൻ അയച്ചാലും ഞാൻ അയക്കൂല. അത് തടി കൂട്ടാനും തടി കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാപ്പല്ല. പിന്നെ ഈ ഡ്രമ്മിലൊക്കെ ചാടുക ആരാ അടിക്കുമ്പോഴൊക്കെ ഡ്രമ്മിൽ ചാടണം. ഒറിജിനൽ അതൊക്കെ ഒറിജിനലാ. കുറെ ആൾക്കാർ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങൾ എഡിറ്റ് ചെയ്തതല്ലേ? അങ്ങനെയൊന്നല്ല. ഈ ഇത്ര ഒരു 9-10 സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നാണ് ആ ഡ്രമ്മുകൾ ചാടുന്നത് കറക്റ്റ്. പക്ഷെ കുറച്ച് പേർക്ക് പറ്റിയെന്ന് എന്നാലും അല്ല. പക്ഷെ അതൊക്കെ ചെയ്യണം എന്തുകൊണ്ടറിയോ? നിങ്ങൾ കാണുമ്പോ നിങ്ങളൊക്കെ ചിരിക്കണില്ലേ? അതേപോലെ ഞങ്ങളെ ഫാമിലിയും ചിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് സന്തോഷിച്ചിട്ടാണ് നാട്ടുകാരും കൂടി ചിരിക്കണം കാണുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി എന്തായത്. അതുകൊണ്ടാണ് ഒരു പ്രൊമോഷൻ വീഡിയോ ഇത്ര റിസ്ക് എടുത്ത് ഞങ്ങൾ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഹലോ ഗായ്സ്, ഇന്ന ഷോപ്പിൽ ഇന്നത് ഉണ്ട് എന്നുള്ളത് പറയാൻ ഞങ്ങൾക്ക് അറിയാനിട്ടല്ല. അത് അങ്ങനെ സംഭവം പറഞ്ഞാൽ നമ്മൾ റീച്ച് ഉണ്ടാവും. പക്ഷെ ഇതിന്റെ റീച്ചിന്റെ പകുതി ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് തരുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ ജനങ്ങള്, അമ്മാതിരി സപ്പോർട്ടാണ്. അതുപോലെ നിങ്ങളിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈല് ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് നിന്നല്ല അഭിനയിക്കുന്നത്. നമ്മൾ ഇത്രയും ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇപ്പൊ ആ പ്രായമായിട്ടുള്ള ഒരാളൊക്കെ ആയിട്ട് ശരിക്കും ഇത് എങ്ങനെയാ ആൾക്കാരിങ്ങനെ നോക്കുമ്പോ ഇത് എങ്ങനെയാ? അല്ല, അത് നമ്മളെ കാണുമ്പോ തന്നെ ജനങ്ങൾ പറയുന്നുണ്ട്. സ്റ്റേജിൽ എവിടെയൊക്കെ കാണുമ്പോ ഇത്ര പ്രായം, ഈ വലിയ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നിന്നിട്ട് പറയും ഇത്ര പ്രായമുള്ള എനിക്ക് വയസ്സനൊക്കെ അഭിനയിക്കുക അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കുമ്പോ തന്നെ സന്തോഷല്ലേ. അപ്പൊ അത് ഒരു ഉൾക്കൊണ്ടു ഒരു അതിനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് തെളിവല്ലേ. അതെ. നിങ്ങൾക്ക് ചെറുപ്പം മുതൽ എന്താ പറയാ കലയോട് തന്നെയായിരുന്നു, അതായത് സിനിമ അത് തന്നെയായിരുന്നു, അതോ ഒരു ടൈമിൽ തിരിഞ്ഞതാണ്? ഫസ്റ്റ് തൊട്ട് സ്റ്റേജ് ഞങ്ങള് രണ്ടാളെ, അതായത് നമുക്ക് ഓഡിയൻസ് ഉണ്ടാവുമ്പോ ജനങ്ങളുള്ള ഒരു സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് പാടുക, മിമിക്രി ചെയ്യുക, അമ്മായിലൊക്കെ രണ്ടാളും ചിലവര് മടിച്ചു നിക്കും. കേറി 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 തിന്നൊന്നണ്ട എനിക്ക് കയറാറിയാണ് മാറിക്കറിട്ട് അത് പോകും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് പണ്ടൊട്ടേ ഉണ്ട്. അതെന്തുകൊണ്ടാന്ന് അറിയില്ല, ദൈവത്തിനോട് സ്തുതി. ഇത് ഇവനൊക്കെ ഒരുപാട് സ്റ്റേജിൽ ഞാൻ കയറട്ടെ എന്ന് ചോദിച്ച സ്റ്റേജിൽ വരെ ടൈമില്ല, അപ്പൊ കയറല്ലേ എന്ന് പറഞ്ഞ സ്റ്റേജ് വരെ ഉണ്ട്. ആ സ്റ്റേജിക്ക് ഇവനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. സത്യട്ടോ, അതൊക്കെ ആ സ്റ്റേജിക്ക് ഇവനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ കയറല്ലേ, ഇവിടെ കുറെ പാട്ടുകാരുണ്ട്, കുറെ മിമിക്രി അറിയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഒരു മിമിക്രി ചെയ്യട്ടെ എന്നാ ചോദിച്ചത്. ഒരു സ്റ്റേജിന്റെ ബാക്ക് പോയിട്ട് ഞാൻ മിമിക്രി ചെയ്യട്ടെ, എനിക്കൊരു ഒറ്റ ചാൻസ് തരുമെന്ന്. അന്ന് ഇപ്പം ഫെയിം അല്ല. അന്ന് ആ ആള് ഇവനെ കുറച്ച് ദിവസങ്ങൾ ഇപ്പൊ ഫെയിം ആയതിനു ശേഷം വിളിച്ചിട്ട് ഒരു ദിവസം ഡേറ്റ് തരുമെന്ന് ചോദിച്ചു. അത് ഇവനോട് വന്നൊരു സന്തോഷത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. സത്യം സത്യം അതുള്ള കാര്യമാണ്. അതുകൊണ്ടാ അതാണ് വിജയം, അതാണ് മനുഷ്യന്മാരുടെ വിജയങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യന്മാരുടെ ഇടയിൽ പല കലാകാരന്മാരുണ്ടാവും. ഇവരൊക്കെ ഒരു നിലയിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആരും കൂടി കൈ കൊടുക്കണം, കൂടെ നിൽക്കണ ആൾക്കാരും കൂടി കൈ കൊടുക്കണം, എന്നാലേ വിജയിക്കുള്ളൂ. അങ്ങനെ തന്നൊരാളാണിത്.
ശരിക്കും ചിലപ്പോൾ നമ്മൾ ആദ്യമൊക്കെ തുടങ്ങുന്ന സമയങ്ങളിലൊക്കെ ഇപ്പോൾ യൂട്യൂബൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചിലപ്പം ആരാണെങ്കിലും വെരി ഫസ്റ്റ് ടൈം നമ്മൾ ആര് സ്റ്റാർട്ട് ചെയ്താലും ചിലപ്പോൾ ചുറ്റുള്ളവർക്ക് എന്ത് കാണിക്കാനാ, മര്യാദയ്ക്ക് എന്തെങ്കിലും ജോലിക്ക് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. യൂട്യൂബ് കട ഇതിലൊക്കെ ഒന്നും കിട്ടാനില്ല, അങ്ങനെ പറഞ്ഞവരെ കൊണ്ട് തിരിച്ച് പറയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഹീറോയിസം. അങ്ങനെ തോന്നുന്നില്ലേ? പക്ഷെ നമ്മളെ നാട്ടുകാരും വീട്ടുകാരും അങ്ങനെ കൂട്ടുകാരായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാന്നിട്ടില്ല അന്ന് മുതലേ. ഇപ്പൊ നിങ്ങള് ഈ കണ്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എൻ്റെ കൂടെ വന്ന്, ആ ആൾക്കാരൊക്കെ അന്ന് മുതലുണ്ട്. അന്ന് മുതലേ ഓരോ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പണ്ട് ഞങ്ങൾക്ക് ക്ലിയർ വേണം എന്നാലേ കാണുള്ളൂ. 3GB ഒക്കെ ഫോൺ വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഞങ്ങളെ ഏറ്റവും വലിയ ഫാൾട്ട്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, എന്റെ കൂട്ടുകാരന്മാരെ വിളിക്കും. അതിലിപ്പോ എൻ്റെ ഒരു ഷാമ് ഷിബു എന്ന് പറഞ്ഞ 2 പേരുണ്ട്. ഇവരോട് പറഞ്ഞാൽ ഓരോ കെയർ ഓഫിൽ ആരെ ഐഫോണുള്ളവരെ തപ്പും. അവരെന്നിട്ട് വിളിക്കും, ഒരു വീഡിയോ ആ ചെക്കന് എടുത്ത് കൊടുക്കും, കുറച്ചു നേരം മതി ഐഫോൺ തരുമോന്ന് ചോദിക്കും. കൊണ്ടുവന്ന് തരും, നടുറോട്ടൊന്നാണെങ്കിൽ എടുക്കും. അങ്ങനത്തെ ഐഫോൺ അറിയാത്തതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ഐഫോൺ വാങ്ങാനുള്ള ഒരു സാധാ ഫോൺ വാങ്ങാനുള്ള തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ തന്നെ ഞങ്ങൾ കിടന്നു വരുന്നത്. മലപ്പുറംകാർ അത്രയും സപ്പോർട്ടാന്ന് പറഞ്ഞു. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ കണ്ടൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ചേട്ടൻ ഇവിടെ വന്നു, വിജയൻ ചേട്ടൻ ഇപ്പൊ ഇവിടെ വന്നു. ഇപ്പൊ ഇവര് ഓടിച്ചെന്ന് കുഞ്ഞാപ്പ എന്താ പറഞ്ഞേ, അസ്സലാമു അലൈക്കും. പുള്ളി എന്താ തിരിച്ചു പറഞ്ഞു, വലൈക്കും സലാം. മതഭേദമില്ലാത്ത ജനം. നമ്മള് നാട് അങ്ങനെയാണ്. നിങ്ങൾ ആരോട് പറഞ്ഞാലും ഞാൻ ഇത് ഇന്നതാണ്, എനിക്കിത് മറക്കാൻ പറ്റില്ല എന്ന് പറയില്ല. ഇങ്ങോട്ട് പറയും. ഞാൻ വന്നതിന് ശേഷമാണ് വിജയേട്ടനോടാണ് സലാം പറഞ്ഞത്. എന്താ കുഴപ്പമില്ല, മൂപ്പര് സലാം മടക്കിയല്ലോ പറയും. അതാണ് മലപ്പുറം. ഓക്കെ. പിന്നെ സിനിമ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ന് റിലീസായി പെണ്ണ്. അതില് പോസ്റ്ററിൽ അടക്കം വന്നു, ഒരു വലിയ സ്വപ്നം പൂവണിഞ്ഞു. തീർച്ചയായിട്ടും ഇന്നലെ രാത്രി ഞങ്ങൾ പടം പോയി കണ്ടു. ഓക്കെ, ഞങ്ങള് കണ്ടിട്ടില്ല, കാണും. അത് നിർബന്ധമായിട്ട് കാണുന്ന പടമാണ്. കാരണം ഇപ്പത്തെ കാലഘട്ടത്തിൽ വെച്ചിട്ട് നല്ലൊരു സിനിമ ആണത്. നല്ലൊരു ഒരു 1.5 സ്റ്റോറി അതിലുണ്ട്. അതിലിപ്പോ മലപ്പുറം ബേസ് ചെയ്തിട്ട് കോയാക്കർ തന്നെ പിടിച്ചതില് ഏറ്റവും കൂടുതൽ കൂടുതൽ രംഗങ്ങളില്ല, പക്ഷെ കുറച്ചുള്ളെങ്കിലും 5 ഭർത്താക്കന്മാരിൽ ഒരാളായി. അത് മലപ്പുറത്തുനിന്ന്. അപ്പം എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള ഒരു ജേർണി? എങ്ങനെയായിരുന്നു? പണ്ട് കുറെ ഓഡിഷനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഓഡിഷന് ഞാൻ പോയിട്ടില്ല, ഇപ്പം പോയിട്ടുണ്ട്. പക്ഷെ മറ്റേ ഒരുപാട് ആഗ്രഹമായിരുന്നു സിനിമയിൽ എത്തുക എന്നുള്ളത്. ഞങ്ങള് ഈ റീൽസ് ചെയ്യുന്ന ആൾക്കാരായാലും കോണ്ടന്റ് ക്രിയേറ്റർമാർക്കൊക്കെ അവസാന വാക്ക് സിനിമയാവും ആണല്ലോ. അപ്പോൾ എല്ലാവരും ആഗ്രഹം അതാണ്. അതിൻ്റെ ഡബിൾ ആയിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. ഇന്നിലേറെ കൂടുതൽ ആഗ്രഹിച്ചിരുന്നവനായിരുന്നു. പക്ഷെ ഇവനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ കോള് വരുന്നു. നമ്മൾ റീൽസ് കണ്ടിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഫെബിൻ എന്ന് പറഞ്ഞ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് ഒരു പടമുണ്ട്, ഇങ്ങനെ നിഖില വിമലിൻ്റെ ഭർത്താവാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ തള്ളാന്നല്ലേ വിചാരിക്കുക, എന്തായാലും തള്ളാന്നല്ലേ വിചാരിക്കുക. അപ്പോൾ ആസിഫിക്കാണ് വിളിച്ചത്. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആദ്യം സത്യം ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞു അയാൾ വെറുതെ പറയുകയെന്നൊക്കെ പറഞ്ഞു. അല്ല പിന്നെ സത്യമായി. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 3 പടം ഞങ്ങൾ ചെയ്തു. 3 പടം ചെയ്തു. ഇപ്പൊ നമ്മൾ റീസെന്റ് ഒരു ഇന്റർവ്യൂ നിങ്ങളുടേത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ലാലക്കാട്. അപ്പൊ അതിനുശേഷം മമ്മൂട്ടി വിളിച്ചു എന്നൊരു മമ്മൂക്ക വിളിച്ചു എന്ന് അറിഞ്ഞു. എന്താണ് ശരിക്കും അതൊരു എന്താ പറയാ പേഴ്സണൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം പറയാ. കാരണം എന്താ കാണുന്ന മുഖല്ലേ. ഞങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ്. കാരണം ഞാനൊരു പ്രൊമോഷൻ വീഡിയോ കോട്ടക്കൽ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങണ നേരത്താണ് എൻ്റെ ഫോണിൽ ഒരു ഇത് മെസ്സേജ് വരുന്നത് വാട്സപ്പിൽ, ഐ ആം ബിഗ് ഫാൻ. ഒരാൾ ടൈപ്പ് ചെയ്ത് വിട്ടേക്കണ്. ഇന്ത്യയിൽ ഐ ആം ബിഗ് ഫാൻ ഫസ്റ്റ് ലെറ്റർ. ഞാൻ പറയിട്ട് വിട്ട്. കാരണം അങ്ങനെ കുറേ ആൾക്കാർ ഒരുപാട് പേരിലുണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് വീട്ടിൽ അതിലൊരാൾ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ ഫോണിക്ക് ഒരു ഐ ആം ബിഗ് ഫാൻ എന്ന് പറഞ്ഞാൽ ഒരാൾ വിളിച്ചിട്ടുണ്ട്, അതിന് റിപ്ലൈ കൊടുക്കുകയാണ്. അതിൽ ഞാൻ പറഞ്ഞു സാർ എന്നെ വിട്ടാളി, ഞാൻ അങ്ങനത്തിനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ അതാ പറഞ്ഞത്. സാർ എന്നെ വിട്ടാളി, ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുക്കൂലായിരുന്നു. ഞാൻ ഫോൺ വെച്ച്. രണ്ടാമത് പിന്നെ ഹായ് ലാലാന്ന് ഒന്നും കൂടെ വിട്ട്. അതിൽ പിന്നെ എനിക്ക് വിളിച്ച്, എടാ അതിന് റിപ്ലൈ കൊടുക്കടാ, എനിക്ക് ഉപകാരമുള്ള സംഭവമാണെടാ. അതിൽ സാർ എന്നെ വിട്ടാളി, അങ്ങനെ ട്രാപ്പിൽ എനിക്കതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ അതേ പറഞ്ഞത്, സത്യം അതേ പറഞ്ഞത്. ഇനി ട്രാപ്പിൽ എനിക്കതിനൊന്നും താല്പര്യമില്ല, വിട്ടാളി, നമ്മളെ വിട്ടാളി എന്ന് പറഞ്ഞു. അതിൽ നമ്പർ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ചേട്ടാ പൊട്ടാന്ന് വെച്ചിട്ടുണ്ട് ആള്. അതിൽ ഞാൻ നോക്കുമ്പോണ്ട് ലാസ്റ്റ്
പറയാൻ പറ്റുമോ ലാസ്റ്റ് നമ്പർ അത് നമുക്ക് ഒരു ഫേമസ് നമ്പർ അതിൽ ഞാൻ അയ്യോ മമ്മൂക്കാണ് ചോദിച്ചു ആടാ എൻ്റെ മുന്നിൽ നിന്നാണ് ടൈപ്പ് ചെയ്യണത് പറഞ്ഞു എൻ്റെ മുന്നിൽ നിന്നാണ് ടൈപ്പ് ചെയ്യുന്നത് റിപ്ലൈ കൊടുക്കുക പറഞ്ഞോട് അതിൽ ഹൈ സാറെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ട് പിന്നെ അവിടെ അപ്പോൾ എന്തോ കളങ്കാവലിൻ്റെ ഡബിങ്ങിലാണ് അപ്പോൾ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് മറ്റേ ആള് അല്ല മറ്റേ ആള് അങ്ങനെ മറ്റേ ഡബിങ്ങിന് സാറ് സ്റ്റുഡിയോക്ക് ഡബ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ കോൾ വന്നു ഇങ്ങനെ വന്നിട്ട് അവിടെ ഡബ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാനാ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു 5 മിനിറ്റ് എന്നോട് പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് എവിടെ നിൽക്കുന്ന വെച്ചാൽ അവിടെ നിൽക്കുക വീട്ടിലും പോകല്ലേ 5 മിനിറ്റ് കൊണ്ട് എനിക്ക് തിരിച്ചു വിളിക്കുന്നതാണ് അങ്ങനെ എനിക്കൊരു കോൾ വന്നു അത് ഒരു എന്താ പറയാ അയ്യോ വേറൊരു കാര്യം ഒരു 1.5 മൊമെന്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഞാൻ എനിക്കൊന്നും പക്ഷെ ആ നേരത്തെ ഞാൻ ഇല്ല ഓൻ പോയിട്ടുണ്ട് അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് പോയി ഞാൻ അങ്ങനെ പോവലില്ല സാധാരണ അത് ആ കോള് വന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ നമുക്ക് സൗണ്ട് കേട്ടാ അറിയാലോ പിന്നെ എനിക്ക് കാണിച്ചൊന്നും ചെയ്തല്ലോ അതിൽ എന്നോട് പറഞ്ഞു ഇന്ന് രാവിലെ മുതൽ അതിനെക്കുറിച്ച് സംസാരം അപ്പോൾ മറ്റേ വണ്ടിയിൽ നിന്ന് സംസാരിച്ചിരുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ കുട്ടിയുടെ വീഡിയോ കണ്ടിരുന്നു സൈന മീഡിയ എന്ന് നമ്മൾ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതല്ല അപ്പോൾ ആ വീഡിയോ ഫേമസ് ആയതിനു ശേഷം ഒരുപാട് ആൾക്കാർ എനിക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷേ സെലിബ്രിറ്റികൾ ആരും വിളിച്ചിട്ടില്ല പക്ഷെ മമ്മൂക്ക് വിളിച്ചു അതിനപ്പുറത്തൊക്കെ ഞാൻ ആരും വിളിക്കാമല്ലോ അപ്പോൾ എൻ്റെ നിന്നാണ് വിളി വന്നത് എനിക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പേരൻപ് എന്നുള്ളൊരു പടത്തിൽ അഭിനയിച്ച പോലെയാണ് തോന്നുന്നത് പക്ഷെ എനിക്ക് പേരൻപ് എന്നുള്ള പടത്തിൽ ഭാര്യയില്ല പക്ഷെ എനിക്ക് ആ കുട്ടീനെ നോക്കാൻ ഭാര്യ ഉണ്ട് പറഞ്ഞു സാറിനോട് അപ്പോൾ അങ്ങനെ കൂളാക്കി ഇട്ട് അപ്പോൾ ഞാൻ എനിക്ക് കാണാനുള്ള ആഗ്രഹം പറഞ്ഞു ഒരു ദിവസം അതിനുള്ള ചാൻസ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്പർ അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു സന്തോഷം ആള് നിലത്തൊന്നല്ല എന്നെ വിളിക്കണോ എന്റെ വീട്ടുകാരെ വിളിക്കണോ ഇവരോട് പറയണോ കുടുംബക്കാരോട് അത്രയും വലിയ സന്തോഷം ഇനി വേറെ ഇല്ലല്ലോ ഞാൻ അവിടുന്ന് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ ഫോൺ കട്ട് ചെയ്തിട്ട് പോരുന്നത് സ്റ്റാർട്ടാക്കിയിട്ട് പോരുന്നത് വേറെ സന്തോഷം എല്ലാവരും വിളിക്കാൻ ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം അതെ കാര്യ വേണ്ട ചിരിക്കുക വേണ്ട നിൽക്കൽ കൊടുത്തില്ലേ ഞാൻ വേറെ സന്തോഷം എന്താ നിന്റെ ആ തല്ലുവള്ളിനോടും കൂടി ലാസ്റ്റ് അവസാനം ഫോൺ വെക്കുന്നത് അല്ല അത് പറയാൻ പറഞ്ഞ അതായത് വീഡിയോസ് കാണലുണ്ടായിരുന്നു നമുക്ക് നമ്മളെ വീഡിയോസ് കാണലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് സന്തോഷം പിന്നെ മഞ്ചേരി മലപ്പുറം ബേസ് മൂപ്പർക്ക് കുറേ പരിചയമുണ്ട് വർക്ക് ചെയ്തിന്ന് പറയുന്നു മഞ്ചേരിയായിരുന്നു അവസാനം എന്നോട് പറഞ്ഞു എൻ്റെ തല്ലുള്ളിനോടും കൂടെ അന്വേഷണം പറയുന്നുണ്ട് പറഞ്ഞു അത് ഞാൻ എന്നിട്ട് കേൾപ്പിച്ചു കൊടുത്തു അപ്പോഴാണ് കിട്ടിയ അടികൾക്കൊക്കെ എന്ത് തോന്നി ഒരു സന്തോഷം തോന്നി അതെ ലാലക്കയുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത് അതാണ് കുഞ്ഞാപ്പൂന്റെ ലൈഫിൽ എന്താണ് ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത് പ്രൗഡ് മൊമെന്റ് ഞാൻ എനിക്കിപ്പോ ഏറ്റവും വലിയൊരു ആഗ്രഹം പറഞ്ഞില്ല ഞാൻ സന്തോഷിപ്പിച്ച ഒരു നേരം സന്തോഷിച്ച ഏറ്റവും വലിയ സന്തോഷിച്ച നേരം ഞാൻ സന്തോഷിച്ചത് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇതിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് അത് കുറെ മുന്നല്ലേ ഇപ്പോഴാണ് സന്തോഷിക്കുന്നത് അങ്ങനെ ആയതിനു ശേഷം അതെ അതെ എനിക്ക് ആ ടൈമിലൊക്കെ പണി ജോലി ചെയ്ത് നടക്കുന്ന ടൈമാണല്ലോ അപ്പൊക്കെ സങ്കടമായിരുന്നു സങ്കടമല്ല എനിക്ക് ഒരു അതായത് ഡെയിലി വർക്ക് ഉണ്ട് വീട്ടിൽ നോക്കണം ഇവന്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല ലാസ്റ്റ് അവസാനം ഞാൻ എത്ര പ്രാവശ്യം കടം ചോദിച്ചിട്ടുണ്ടോ കടല്ലേ ആരോടും ചോദിക്കൂല ഒരു 15 റുപ്യ റീചാർജ് അതെന്തിനറിയോ ടിക്ടോക്ക് വീഡിയോ അന്ന് ടിക്ടോക്കാ അങ്ങനെ നടന്ന ടൈമിലാണ് വിളിച്ചിട്ട് ഒരു പ്രൊമോഷൻ ചെയ്തത് അതുകൊണ്ട് കേറി എല്ലാരും അറിയാൻ തുടങ്ങി അന്ന് ആദ്യമായിട്ട് മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാൾ സെൽഫി എടുത്തു അന്ന് അതൊരു ഡ്രൈവർ ഞാന് ഈ മറ്റേ ഫാറൂഖിന്റെ മുനീറിന്റെ ഒപ്പം കൂടെ അഭിനയിച്ച് ഫെയിം ആയി ഏകദേശം അതിന് ശേഷമാണ് ഞാൻ ഇവനെ കൊണ്ടുവരണത് ഇവനെ കൊടുന്നതിന് ശേഷം അന്ന് എവിടേക്കെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ ഞാനും കുഞ്ഞാപ്പും കൂടെ പോവാണെന്നുണ്ടെങ്കിൽ ഇന്നെ ഫോട്ടോ എടുക്കാം ഇവൻ അന്ന് അറിയണില്ലല്ലോ ആൾക്കാർ പിന്നെ ഒരു ദിവസം വന്നിട്ടുണ്ട് എന്നോട് ഞാൻ ഇവനോട് പറയും ഒരു വീഡിയോ 2 വീഡിയോ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു അവിടെ അന്ന ആരും തിരിച്ചറിയില്ലേ ചോദിച്ചു അതിലിപ്പം ഒരു ദിവസം എന്നോട് വന്നിട്ടുണ്ടായിരുന്നു ആരും അങ്ങനെയുണ്ട് അറിയണില്ല അന്ന് ബസ്സിലാണ് വേഗം വരിക അപ്പൊ അന്നാരും തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചു അപ്പൊ എനിക്ക് 2-3 വീഡിയോ ചെന്നപ്പോ കത്തിയല്ലോ അപ്പൊ എന്തായാലും തിരിച്ചറിയാലോ അതില് ഞാൻ പറഞ്ഞു അന്നാരും തിരിച്ചറിഞ്ഞില്ലേ ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഇവരെന്ത് ചെയ്തു സുണകൻ എന്നുള്ളൊരു കഥാപാത്രം ഉണ്ട് ഈ കള്ളുടിയനായിട്ട് പക്കാരി ചെയ്യോ
അടിച്ചിട്ട് ഇങ്ങനെ കോഞ്ഞാട്ടായിട്ട് നടക്കണ പോലെ. അപ്പോൾ അങ്ങനെ പക്കാരി ചെയ്യും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാൽ അതൊന്നും ചെയ്തു നോക്കാം. ആക്കെ ചെയ്ത് പിന്നെ കുഞ്ഞാപ്പും ചെയ്ത് 2-3 കൂടെയാണ് ചെയ്തപ്പോൾ പിന്നെ ഒരു ദിവസം എൻ്റെ ഇപ്പം ഇങ്ങനെ വരുന്നു എൻ്റെ മുന്നിക്ക് എൻ്റെ മുന്നിക്ക്. അപ്പോൾ എന്താന്ന് വെച്ച് ഇന്ന് മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാൾ സെൽഫി എടുത്തു എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സെൽഫി എടുത്തു തന്നെയാണ്. അപ്പൊ തിരിച്ചറിച്ചിൽ തുടങ്ങി. പിന്നെ ഒരു 2-3 വീഡിയോ കഴിഞ്ഞപ്പോ പിന്നെ മാസ്ക് ഇട്ട് വരേണ്ട അവസ്ഥയായി. ഇന്ന് സെൽഫി എടുക്കണില്ല എടുക്കും അവനെ. അത്ര ആരാധകനാണ് ഈ കുട്ടികളെ. ലാലക്കൻ എന്താണെന്നറിയോ, ലാലക്കാനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ആ ഏജ്ഡ് ആയിട്ടുള്ള. തീർച്ചയായിട്ടും അതെ അതെ. അതുകൊണ്ടാണ് പിന്നെ ഒരു 3 സന്തോഷം കൂടി പറഞ്ഞോളൂ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാ ആദ്യമായിട്ടാണ് ദുബായിക്ക് ഒരു ഞാൻ വീഡിയോ കണ്ടായിരുന്നു. ഫ്ലൈറ്റില് പോയിട്ടില്ലായിരുന്നു എന്നോട്. ഫ്ലൈനൊക്കെ ഇങ്ങനെ പോകുമ്പോ കാണും പോളു നീലി മഞ്ഞ് അങ്ങനെയൊക്കെ നോക്കണ. എനിക്ക് ഒരുപാട് ചാൻസുകൾ അന്നേ വന്നിരുന്നു ഇങ്ങനെ ഇതേമാതിരി ദുബായിക്ക് പോകാനും കൊടുക്കും. അപ്പൊ ഞാൻ അധികം ഇത് ചെയ്യൂല, പോവലില്ല. കാരണം ഈ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് അധികം വിട്ട് നിൽക്കാൻ പറ്റൂല. അപ്പോൾ 3-4 ദിവസമൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവന് വലിയൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ കിട്ടിയ ചാൻസ് അപ്പം തന്നെ പിടിച്ചു ദുബായ്. അന്ന് എന്റെ അമ്മേ, ഫസ്റ്റ് ആയിട്ട് ഫ്ലൈറ്റ് കയറുന്നത്. ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് അവിടെ ഉള്ളവരൊക്കെ നോക്കുക. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഫ്ലൈറ്റിലൊക്കെ. ഫസ്റ്റ് ഇവൻ കയറി ഇങ്ങനെ ഇരുന്നേ ഇപ്പം ഫസ്റ്റ് പറഞ്ഞു ഞാൻ ആദ്യം തന്നെ പറയാം ജനലിന്റെ അടുത്ത് ജനല് വേണമെന്ന്. അതായത് വിൻഡോസിൽ വേണമെന്നല്ലോ. എനിക്ക് ജനലിന്റെ അടുത്ത് നിൽക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കും, അപ്പുറത്ത് ഇരിക്കും. ഇരുന്നിട്ട് ഇതിങ്ങനെ പൊങ്ങാണ്. ഇതിങ്ങനെ പൊങ്ങി ഹൈറ്റ് കുറച്ച് ഇപ്പൊ മോളിൽ നിന്ന് ഇങ്ങനെ അടിക്ക് കാണുമ്പോ ഒരു പ്രത്യേക ഇതാണല്ലോ. അതിന് നോക്കുമ്പോ ഉറക്കണേ ഫ്ലൈറ്റിലുള്ള ആൾക്കാർ ഫുള്ള് ഞങ്ങൾ നോക്കുക. മറ്റാ പെണ്ണില്ലേ അപ്പൊ സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരിയിട്ട് ഇപ്പം ഉറക്കനെ വച്ചിട്ട് അങ്ങനെ ലാസ്റ്റ് പിന്നെ പിടിച്ച് ഇരുത്തിയാവും. പിന്നെ ദുബായി എത്തി. അവിടെ ആണെങ്കിൽ പോയി നോക്കുമ്പോൾ ഫുള്ള് ഗെയിമിലുള്ള പോലെ, നമ്മൾ വീഡിയോ ഗെയിം കളിക്കല്ലോ കാറിൻ്റെ, അതേപോലെ റോഡും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് സന്തോഷിച്ചു. പിന്നെയുള്ള 3ാമത്തെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് കണ്ടു, സോഷ്യൽ മീഡിയയിൽ കയറി. ഒരു വീടില്ലേ എനിക്ക്, ഞങ്ങൾ കോട്ടേഴ്സിലായിരുന്നു പണ്ടോട്ടെ. ഞാൻ ജനിച്ചത് കോട്ടേഴ്സിലാണ്. അപ്പം എൻ്റെ ഒരു ആഗ്രഹമാണ് മരണം എന്താവരുത് കോട്ടേഴ്സിലാവരുത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫസ്റ്റ് സമ്പാദ്യം കൊണ്ടുവന്ന് തന്നിട്ട് ഞാൻ 1 സെൻറ്റ് സ്ഥലം, ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഇത് കിട്ടി, മുന്നിക്ക് 1 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടു. അത് ഞാൻ വന്ന് പറഞ്ഞു തന്ന ഫസ്റ്റ് പൈസയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, മുന്നിക്ക് ഇത്തിരി സ്ഥലം മേടിച്ചു. അത് കഴിഞ്ഞ് സൈഡിക്കും മേടിച്ചു. പിന്നെ ആ വീട് പൊക്കി കയറ്റുകയും ചെയ്തു. അപ്പോൾ സ്വന്തമായിട്ടൊരു വീടുമായി. അതാണ് എൻ്റെ 3ാമത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. 4ാമത്തെ സന്തോഷം സിനിമയിലെത്തി. അതൊക്കെ ഈ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയൊരു ഇതാണ് മക്ക മദീന കാണണം എന്നുള്ളൊരു. നമ്മൾ ഈ മദ്രസയിലൊക്കെ ഈ സ്റ്റോറികളും ചരിത്രങ്ങളും കേൾക്കുക എന്നല്ലാതെ അതൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് കണ്ടപ്പോൾ എൻ്റെ ഫീലൊക്കെ വേറായി. അങ്ങനത്തെ ഒരു നമ്മളെ ജിദ്ദ അവിടേക്കൊക്കെ പോയിട്ട് കാണുക, ഉംറ ചെയ്യുക, അത് ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷമായിട്ട് ഞാൻ കൂട്ടി. പിന്നെ സിനിമ, അത് പടച്ചവനോട് ഞാൻ ദുവായിരുന്ന പോലെ തന്നെ മൂപ്പര കെയർ ഓഫിൽ എനിക്ക് സിനിമകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ഒരു പേഴ്സൺ ആരാണ് നസീർക്കാരുടെ ലൈഫിൽ? ഫസ്റ്റ് എൻ്റെ ഉമ്മാണ്, അത് കഴിഞ്ഞിട്ടുള്ളൂ. 2ാമത് കടപ്പെട്ടിരിക്കുന്നത് മൂപ്പരാണ്. കാരണം അത് ഒരു ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്ന ആളായിട്ട് മാത്രം കാണാതെ സ്വന്തമായിട്ട് ഒരു ഏട്ടൻ എന്നുള്ള കൂടപ്പിറപ്പിൽ കാണുന്ന ഒരാൾ. 3ാമത്തെ അതെന്താണോ അതിൻ്റെ ഒരു കാര്യം എന്താ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഏത് നേരത്താണ് നമ്മളെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ജനങ്ങളെ മുന്നിൽ എത്തുകയെന്ന് അറിയാൻ പറ്റൂല. ഇപ്പം ഇന്ന ഈ ഫീൽഡ് കൊടുക്കുന്നത് ആരാ? ഫാറൂഖും മുനീറും. ആ ഗ്യാപ്പ് കൂടെയാണ് ഞാൻ വന്നത്. ഒരു ഫെയിമായ 2 ആൾക്കാരെ ഇടയിൽ നിന്നുകൊണ്ടാണല്ലോ ലാല മലപ്പുറം എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായത്. ഇവനെ കൊടുക്കുന്നത് ഞാനാണ്. ചിലപ്പോൾ ഇതിലേറെ കഴിവുള്ള ഒരാൾക്കാർ ചിലപ്പോൾ ഇവനെ കൊണ്ടുവരാൻ കഴിയുണ്ടാവും ഇതിൽ. അത് ഓരോ ചാൻസാണ്, അത്രേ ഉള്ളൂ. പിന്നെ കെമിസ്ട്രിയും വർക്ക് ചെയ്യണേ കൊണ്ടുവന്നുകൊണ്ട് മാത്രം. അതെ, പിന്നെ വേറെ ഒന്നുണ്ട്. ഇപ്പം ഞാൻ എന്തെങ്കിലും സാധനം ഇട്ടാൽ അതിൻ്റെ ഡബിളായിട്ട് ഇങ്ങോട്ട് ഇട്ട് തരാൻ വയ്ക്കണം. ഞങ്ങളെ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ടോമാഞ്ചൊരു സ്റ്റൈലാണ്, അങ്ങനത്തെ സാധനം ഇല്ല. സ്ക്രിപ്റ്റ് സ്പോട്ടിലാണ് കണ്ടന്റ് ഫുള്ള്, എല്ലാ സ്പോട്ടാണ്. എവിടെ ചെന്നിട്ടാണോ ഉണ്ടാക്കുന്നത്, എന്താണോ അവർക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ചാണ് പിന്നെ പരിപാടി. സ്പോട്ടിലാണ് കണ്ടന്റ്. ഒരൊറ്റ വീഡിയോ ഇന്ന് വരെ ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല.
അപ്പൊ അതാ പറഞ്ഞ അതാ കെമിസ്ട്രി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളെ തന്നെ കിട്ടണം അല്ലേ? ശരി. അതാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിജയിച്ചതും ജനങ്ങളെ ഞങ്ങൾ ഏറ്റെടുത്തതും. അപ്പൊ രണ്ടുപേരും എന്താ പറയാ, ഇനിയും പടങ്ങളും അതുപോലെ തന്നെ ഒരുപാടധികം തിരക്കുകൾ തന്നെയാണ്. എനിക്ക് ഫ്ലൈറ്റ് കയറിയ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആള് ഭയങ്കര നിഷ്കളങ്കമായിട്ട്. അതല്ലേ നിങ്ങൾ വീഡിയോയില് കാണുന്നില്ല കുഞ്ഞാപ്പില്ലേ, വീഡിയോയില് കാണുന്ന കുഞ്ഞാപ്പുണ്ടല്ലോ, ചില നേരത്ത് ഇത്ര ഈ ടീഷർട്ട് പാൻറ് ഇട്ടിക്കണു തന്നെ ഉള്ളൂ, ചില നേരത്തെ ആ സാധനം പൊട്ടി പുറത്തിടും, വെറും കുഞ്ഞാപ്പായിട്ട് വരും ചില നേരത്ത്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഞാൻ ചീത്ത അടിച്ചിട്ടാണ് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വെച്ച് നിൽക്കുമ്പോൾ തന്നെ ഉറക്കനിട്ടിട്ട് എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഇറച്ചൊക്കെ കുറച്ച് വേവൊക്കെ കമ്മിയാണെങ്കിൽ എന്താ കേട്ടോ എന്നാണ് കുത്തൂലേ, അങ്ങനത്തെ സാധനമൊക്കെ വന്നുകൊണ്ട് ഓരോരുത്തർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ കാട്ടിൽ നിന്ന് വരുമ്പോൾ അപ്പം ഇറങ്ങിക്കും, അത്രേ ഉള്ളൂ. ചില നേരത്തെ കുഞ്ഞാപ്പ് പുറത്തു വരും. ആ ഈ ഇങ്ങനെ നിൽക്കേണ്ടത് തന്നെ ഉള്ളൂ, ഈ മുടി മറ്റേ ടീഷർട്ട് ഇട്ടുകൊണ്ട്. കുട്ടികളെ മറ്റേ സ്വഭാവം തന്നെയാണ്, കുഞ്ഞാപ്പ് സ്വഭാവം തന്നെയാണ്. ലാലൊക്കെ ഇപ്പൊ വീട്ടിലില്ലാതിരിക്കുന്നത് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പൊ സിനിമയ്ക്കൊക്കെ പോയപ്പോഴാണെങ്കിലും അപ്പൊ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്തിനെ ഓർത്തിട്ടായിരിക്കും ടെൻഷൻ വരാ? കുട്ടീനെ ഓർത്തിട്ടാണ്. എപ്പോഴും പറയും. അപ്പൊ ഇപ്പൊ സിനിമയ്ക്ക് ആകുമ്പോൾ കുറേ ദിവസം മാറി നിൽക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് ഞാൻ അധികം ഇപ്പൊ വയനാട് ഷൂട്ടായിരുന്നു, ഈ പെണ്ണുകേസിന്റെ ഷൂട്ട് വയനാടായിരുന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ വരും. പിന്നെ 3 ദിവസമൊക്കെ നിൽക്കും ആള്, എന്റെ പൊക്കെ നിൽക്കും, എന്നിട്ട് അല്ല നിർത്താൻ നിൽക്കും, പിന്നെ ഇങ്ങനെ മുഖം മാറാൻ തുടങ്ങും. അപ്പൊ എനിക്ക് മനസ്സിലായി വീട്ടിൽ എന്തേന്ന് വെക്കുമ്പോഴേ വീട്ടിൽ പോകണം, കുട്ടീനെ കാണണം. ഞാൻ ഇപ്പൊ ഈ ജിദ്ദയിലും മക്കാലും മദീന ഇവിടേക്കൊക്കെ ഞങ്ങൾ 3 ദിവസം വന്നിട്ടുള്ളൂ എല്ലായിടത്തും. 3-4 ദിവസം ഏറിപ്പോയാല്. കൂടുതൽ നിൽക്കാൻ ആഗ്രഹമില്ലായിട്ടോ അവിടെ വർക്ക് കിട്ടാഞ്ഞിട്ടോ അല്ല, ഇഷ്ടംപോലെ പ്രൊമോഷൻ വരും, പക്ഷെ നേരം കിട്ടാൻ പോലും. ഓക്കെ, കുഞ്ഞാപ്പ് സിംഗിൾ ആണോ എന്ന് ചിലരൊക്കെ കമന്റ് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോ സിംഗിൾ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാ അതും ആയി കഴിഞ്ഞാലേ പറ്റൂല. ഈ കണ്ടന്റ് ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ മിനിറ്റിന് ഞങ്ങൾ എവിടുന്നേലൊക്കെ കിട്ടുക, അത് മൈൻഡിൽ വെച്ച് നടക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇതിന്റെ ഇടയിൽ കൂടെ അതും കൂടി ആവുമ്പോ നടക്കൂല. ഇപ്പൊ എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് ഞാൻ സേഫാണ്. അപ്പൊ ഓരെ സന്തോഷിപ്പിച്ചിട്ടും ജനങ്ങളെ ചിരിപ്പിച്ചിട്ടും ഇങ്ങനെ പോവാന്ന്. ലവും കാര്യമൊക്കെ പിന്നെ ലവും കാര്യങ്ങളും കല്യാണമൊക്കെ പിന്നെ ആദ്യം വീട്ടുകാരെ കാര്യങ്ങളും നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് സേഫ് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ വീട് പണി കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നുള്ള ഇതിലായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ നോക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ അത് നടന്നിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും ഇനിയും മുന്നോട്ടുള്ള യാത്രയില് നല്ല നല്ല വേഷങ്ങള്, ഈ വേഷമല്ല ക്യാരക്ടേഴ്സ്, ഇങ്ങോട്ട് നോക്കുക, വേഷങ്ങളെന്ന് പറഞ്ഞാൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് സിനിമകളിൽ കിട്ടട്ടെ. ഓൾറെഡി ഉണ്ട് കയ്യില്. അപ്പം എന്താ പറയാ, നല്ലൊരു നിങ്ങൾ വിചാരിക്കുന്നിടത്തൊക്കെ എത്താൻ പറ്റട്ടെ. മോള് ലൈഫിൽ എപ്പോഴെങ്കിലും ഉപ്പാന്ന് വിളിക്കും. തീർച്ചയായിട്ടും പ്രാർത്ഥന കേൾക്കട്ടെ. അതെ, ഇൻഷാ അല്ലാ. 1000 നന്ദി എല്ലാവരോടും. താങ്ക് യു.